അതിജീവനത്തിൻ്റെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ വയനാട് പോലൊരു അതിജീവന കഥ ചരിത്രത്തിൽ തന്നെ ചുരുക്കമാണ്. ഒരുമിച്ച് നിന്നാൽ ബ്രിട്ടീഷുകാരെ മാത്രമല്ല, സർവത്ര രൗദ്രഭാവവും ആവാഹിച്ചു വരുന്ന പലതിനെയും നമുക്ക് തടുക്കാനാകും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിൽ കണ്ടത്. നിലവിളി കേട്ട് ഓടിയെത്തിയവരിലാരും ജാതിപ്പേരോ മതമോ ചോദിച്ചില്ല. നിസ്സഹായമായി നിൽക്കുന്ന ആളുകൾക്കിടയിൽ മനുഷ്യൻ എന്ന മതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടെ പിറക്കാത്ത കൂടെപ്പിറപ്പുകൾക്കായി രാവും പകലും കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ചവർ. കാമുകിയെ പോലെ കൊണ്ടു നടക്കുന്ന വാഹനങ്ങളിൽ വിധിയുടെ പരീക്ഷണങ്ങൾ അതിജീവിച്ച് കാടും മലയും കടന്ന് ദൈവദൂതരെ പോലെ പാഞ്ഞെത്തിയ ഓഫ് റോഡ് വാഹനപ്രേമികൾ. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്കായി വിശപ്പടക്കാൻ വെള്ളവും ഭക്ഷണവും അതിലുപരി സ്നേഹവും നൽകിയ ഒരുപാട് മനുഷ്യർ. ബ്രിട്ടീഷുകാരൻ്റെ കറുത്ത കൂട്ടിൻ്റെ നരാധമ കഥകൾ മാത്രം കേട്ടുശീലിച്ച മനുഷ്യർക്കിടയിലേക്ക് രാവും പകലും ഉറക്കമൊഴിച്ച് സർവ്വസന്നാഹങ്ങളുമായി ഓടിയെത്തിയ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ്. എന്തോ ഒരു അത്ഭുതമാണ് എൻ്റെ നാട്. വിമർശിക്കേണ്ടതിന് വിമർശിക്കാനും നല്ലതിനെ നല്ലതെന്ന് പറയാനും രാഷ്ട്രീയ ചേരികളിൽ അംഗം വെട്ടി ഒടുവിൽ ഒരാവശ്യം വരുമ്പോൾ എല്ലാം മറന്ന് കൂടെ നിൽക്കാനും ഒരു മടിയുമില്ലാത്തവർ. ഭയക്കണം ഈ മനുഷ്യരെ. കാരണം ബ്രിട്ടീഷുകാരൻ്റെ വീരങ്കികൾക്ക് മുമ്പിൽ നെഞ്ചുവിരിച്ചു നിന്ന പിൻതലമുറക്കാരുടെ കൊച്ചുമക്കളാണ് നാം. അതിജീവനത്തിൻ്റെ പാതയിൽ നിൽക്കുന്ന വയനാടിൻ്റെ പുഞ്ചിരിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. റീബിൽഡ് വയനാട്.